ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നരായ നാട്ടുരാജാക്കന്മാരായ ഹൈദരാബാദ് നൈസാന്മാരുടെ കൊട്ടാര കാഴ്ചകളും ചരിത്ര കഥകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. ഞാനിപ്പോൾ ഉള്ളത് ഹൈദരാബാദിലെ ചൗമഹൽ കൊട്ടാരത്തിലാണ്. ഉറുദു, പേർഷ്യൻ ഭാഷകളിലായി ചൗമഹൽ എന്നാൽ 4 കൊട്ടാരങ്ങൾ എന്നാണ് അർത്ഥം. പണ്ട് അസഫ് ജാഹി രാജവംശത്തിന്റെ ഭരണകാലഘട്ടത്തിൽ ഹൈദരാബാദ് നൈസാന്മാരുടെ ഔദ്യോഗിക വസതിയായിരുന്നു ഈ ഒരു കൊട്ടാരം. കുത്തുബ് ഷാഹി രാജവംശത്തിന്റെ പഴയ കൊട്ടാരം നിന്നിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ ഒരു കൊട്ടാരം നിലനിൽക്കുന്നത്. 1769 ഹൈദരാബാദ് നൈസാമായിരുന്ന അലി ഖാൻ അസഫ് ജായാണ് 45ഓളം ഏക്കർ വരുന്ന ഈ ഒരു സ്ഥലത്ത് ഇന്തോ സാർസനിക് വാസ്തുശില്പാണ് നിർമ്മാണ ശൈലിയിൽ ഈ ഒരു കൊട്ടാരത്തിന്റെ നിർമ്മാണത്തിന് തുടക്കം കുറിക്കുന്നത്. പേരുപോലെ 4ഓളം കൊട്ടാരക്കെട്ടുകൾ ഉൾപ്പെടുന്ന ചൗമഹൽ പാലസിന്റെ നിർമ്മാണം 1857നും 1869നും ഇടയ്ക്ക് അസഫ് ജാ അഫ്സൽ ദൗലയുടെയും അസഫ് ജാ മെഹബൂബ് അലി ഖാന്റെയും ഭരണകാലഘട്ടത്തിലാണ് പൂർത്തീകരിക്കുന്നത്. 2005 ജനുവരിയിൽ ഇന്നത്തെ നൈസാമായ അസഫ് ജാ ബർക്കത്ത് അലി ഖാൻ മുക്രം ജായാണ് നമ്മളിപ്പോൾ കാണുന്ന രീതിയിലുള്ള ഈ ഒരു മ്യൂസിയമായി ഇവിടെ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നത്. അഫ്സൽ മഹൽ, മെഹ്താബ് മഹൽ, തഹാനിയത്ത് മഹൽ, അഫ്താബ് മഹൽ എന്നീ 4 കൊട്ടാരക്കെട്ടുകളിലായിട്ടാണ് ഈ ഒരു മ്യൂസിയം പ്രവർത്തിക്കുന്നത്. ഇവിടുത്തെ ദർബാർ ഹാളിൽ വെച്ചായിരുന്നു പാരമ്പര്യമായി രാജാക്കന്മാരുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടന്നിരുന്നത്. ഇത്തരത്തിൽ ആയുധങ്ങളും അമൂല്യ വസ്തുക്കളും ഉൾപ്പെടെയുള്ള നിരവധി വിലപിടിപ്പുള്ള വസ്തുക്കൾ ഇവിടുത്തെ ശേഖരത്തിലും പ്രദർശനത്തിലുമുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത ഹൈദരാബാദ് യാത്രയിൽ ഈ ഒരു കൊട്ടാരത്തിന്റെ കാഴ്ചകൾ കാണാൻ മറക്കണ്ട. ഈ ഒരു കൊട്ടാരത്തിന്റെ ലൊക്കേഷൻ വരുന്നത് ഹൈദരാബാദിന്റെ ഐക്കോണിക്കൽ സിംബലായ ചാർമിനാറിന് തൊട്ടടുത്ത് തന്നെയാണ്.